So hi and welcome to a new session on your MEL 201, which is machine drawing. Okay, so in this session uh, you will be given a basic idea on how to start drawing in a chart. Okay, so in this lecture video, we'll be covering in detail how to draw the borders of a chart and then how to complete the title block. Okay, ഇത് മാത്രമാണ് ഇവിടുത്തെ ഒബ്ജക്റ്റീവ്. എങ്ങനെ ഒരു ബോർഡർ വരക്കാം, അതുപോലെ ടൈറ്റിൽ ബ്ലോക്കിന്റെ ബോക്സും വരക്കാം, പിന്നെ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നമ്മൾ ടൈറ്റിൽ ബ്ലോക്കിന്റെ അകത്ത് എൻ്റർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ലെക്ചറിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ എസെൻഷ്യലി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഔട്ടർ ഡ്രോയിങ് ഇതുപോലെയാണ് ഇതുപോലെയാണ് ഉണ്ടാവുക. ഓക്കെ, പക്ഷേ ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. ബട്ട് സ്റ്റിൽ ഇവിടെ ഈ കാണുന്ന ഏറ്റവും ഔട്ടർ പോർഷൻ എന്ന് പറയുന്നത് ചാർട്ടാണ്. റൈറ്റ്. ഓക്കെ, ഈ കാണുന്ന ഇത് ചാർട്ടാണ്. ഓക്കെ, ചാർട്ടിന്റെ ഔട്ടർ എൻ പോർഷൻസ് ആണ്. റൈറ്റ്. ആൻഡ് ഈ ഒരു കാണുന്ന ഇന്നർ ലൈൻസ്, ഓക്കെ, സി ദീസ് ഇന്നർ ലൈൻസ്, ഞാനിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്ന ഇന്നർ ലൈൻസ്, ഇതാണ് നമ്മൾ ഇൻസൈഡ് വരക്കുന്ന ബോർഡർ ആണിത്. ഓക്കെ, ചാർട്ടിന്റെ അകത്ത് വരക്കുന്ന ബോർഡേഴ്സ് ആണ് ഇത്. ഓക്കെ, റിമൈനിങ് തിങ്സ് യു ക്യാൻ ലീവ് ഇറ്റ്. ഓക്കെ, നമ്മൾ വരക്കേണ്ട ഡ്രോയിങ് സ്പേസ് ഇസ് ദിസ് സ്പേസ്. ഓക്കെ, നമുക്ക് ബാക്കി മെട്രിക് റെഫറൻസ് ഗ്രാജുവേഷൻ അതൊക്കെ തൽക്കാലം മറന്നേക്കാം. അതൊന്നും തൽക്കാലം നമുക്ക് ആവശ്യമില്ല. ഹിയർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് എങ്ങനെ പ്ലോട്ട് ചെയ്യുന്നത് ചോദിച്ചാൽ യു ഹാവ് ടു ടേക്ക് 20 mm ഇൻ ദ ലെഫ്റ്റ് സൈഡ്. ഓക്കെ, വരക്കുന്നതിന്റെ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ 20 mm ഡിസ്റ്റൻസിൽ വേണം ഫസ്റ്റ് ബോർഡർ ലൈൻ വരക്കാൻ. അതുപോലെ ടോപ്പ് സൈഡിൽ 10 mm. സിമിലർലി ബാക്കി എല്ലാ സൈഡിലും ഡിസ്റ്റൻസ് ഫ്രം ദ എൻഡ് ഇസ് 10 mm. ചാർട്ടിന്റെ എൻഡിൽ നിന്ന് 10 mm ഡിസ്റ്റൻസിൽ വേണം 10 mm. ഓക്കെ, വേണം ബോർഡർ വരക്കാൻ. ഓക്കെ, ലെഫ്റ്റ് എൻഡിൽ മാത്രം 20 mm, ബാക്കി എല്ലാ സൈഡിലും 10 mm. റൈറ്റ്. അതിനുശേഷം യു ഹാവ് ടു ഡ്രോ ദ ബോർഡർ ഓഫ് ദ ടൈറ്റിൽ ബ്ലോക്ക്. ഓക്കെ, എങ്ങനെ എടുക്കും? ടൈറ്റിൽ ബ്ലോക്കിന്റെ കേസിൽ ദിസ് ലെങ്ത് ഈസ് 150 mm. ഓക്കെ, 150 mm പ്ലോട്ട് ചെയ്യുക. അഗെയിൻ ദ ഹൈറ്റ് ഓഫ് ദിസ് വൺ ഈസ് 50 mm. ഓക്കെ, റൈറ്റ്. ആ ഡയമെൻഷൻ ബേസ് ചെയ്തിട്ട് ജസ്റ്റ് ഡ്രോ എ ബ്ലോക്ക്. ഓക്കെ, ഇതാണ് ടൈറ്റിൽ ബ്ലോക്ക്. സോ ഇൻ ഷോർട്ട് ഞാൻ കാണിക്കാം. ഇൻ ഷോർട്ട് അതിലൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ലെറ്റ് us suppose this complete white space, നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന വൈറ്റ് സ്പേസിനെ let us assume it as your chart. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ യൂസിങ് എ സ്കെയിൽ ആൻഡ് പെൻസിൽ ഓർ എ മിനി ഡ്രാഫ്റ്റർ എന്ത് ചെയ്യുക, ജസ്റ്റ് ഡ്രോ ഒരു 20 mm ഡിസ്റ്റൻസ് പോയിന്റ്സ് മാർക്ക് ചെയ്യുക. 20 mm 20 mm 20 mm, റൈറ്റ്. ആൻഡ് ദെൻ ഡ്രോ ദ ലൈൻ. ഓക്കെ, വരച്ച് മാർക്ക് ചെയ്ത് ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ, ഓക്കെ, സോറി, ഇതിപ്പം എൻ്റെ ഫ്രീ ഹാൻഡ് സ്കെച്ച് ആണ്, അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഓക്കെ, അപ്പോൾ എക്സാക്ട് പിന്നെ സ്ട്രെയിറ്റ് ലൈൻസ് തന്നെ ആയിരിക്കണം, പ്രോപ്പർ ബോർഡർ ആയിരിക്കണം. ഓക്കെ, അതേപോലെ ടോപ്പ് സൈഡിൽ നിന്ന് ദ ഡിസ്റ്റൻസ് ഇസ് 10 mm, റൈറ്റ്. സോ ഡ്രോ എ ലൈൻ 10 mm. ഈ എൻഡിലും ഇറ്റ് ഇസ് 10 mm. ഓക്കെ, സോ കണ്ടിന്യൂ ദിസ് വൺ. റൈറ്റ്. സോ ബോട്ടമിലും നത്തിങ് ബട്ട് 10 mm. ഓക്കെ, ഓക്കെ, സോ ഇതൊക്കെ സ്റ്റാൻഡേർഡ് ഡയമെൻഷൻസ് ആണ് വെൽ ഡ്രോയിങ് എ ചാർട്ട്. സി 20 mm 20 mm 10 mm, again 10 mm, ബോട്ടമിലും 10 mm. Take 10 mm distance and draw this border. Okay, see once you are finished with this border, എന്ത് ചെയ്യണം? You have to draw the title block. അല്ലെ, ടൈറ്റിൽ ബ്ലോക്ക് വരക്കാൻ ഇതേപോലെ തന്നെ ഡയമെൻഷൻസ് വരച്ചു വെക്കുക. The length of this one is 150 mm, 150 mm. Okay, and height is 50 mm. Okay, ഈ ടൈറ്റിൽ ബ്ലോക്കിന്റെ അകത്താണ് നമ്മൾ പിന്നെ എന്താണ് പ്ലോട്ട് ചെയ്യുന്നത്, അത് ആരാണ് പ്ലോട്ട് ചെയ്യുന്നത്, അതുപോലെ ഇത് എന്ത് ടൈപ്പ് ഓഫ് പ്രൊജക്ഷൻ ആണ്, എത്രാമത്തെ ഡ്രോയിങ് ആണ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇതിന്റെ അകത്താണ് കൊടുക്കുക. അതെങ്ങനെ കൊടുക്കാമെന്ന് നെക്സ്റ്റ് സ്ലൈഡിൽ പറയാം. ഓക്കെ, ഇവിടെ സ്വാഭാവികമായിട്ട് വരാവുന്ന ഒരു ഡൗട്ട്, ഈ ബാക്കി എല്ലാ സൈഡിലും 10 mm കൊടുത്തിട്ട് നമ്മൾ എന്തിനാണ് ഇവിടെ 20 mm കൊടുത്തു എന്നുള്ളതാണ്. അല്ലെ, നമ്മൾ ആഫ്റ്റർ ഡ്രോയിങ് ദ ചാർട്ട് വിൽ ബി ഫയലിംഗ് ദ ചാർട്ട്. അല്ലെ, ഒരു ഫയലിൽ നമ്മൾ ഇതിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുക. റൈറ്റ്. ആ സമയത്ത് ഫയൽ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഇതിനെ ഒരു പെർട്ടിക്കുലർ രീതിയിലാണ് നമ്മൾ ഇതിനെ ഫോൾഡ് ചെയ്യുക. ഓക്കെ, ആ ഫയലിന്റെ അകത്ത് പ്രോപ്പർ ആയിട്ട് ഫിറ്റ് ആവുന്ന പോലെ, അല്ലെങ്കിൽ കോളേജ് നോട്ടിന്റെ അകത്ത് വളരെ പ്രോപ്പർ ആയിട്ട് ഫിറ്റ് ആവുന്ന രീതിയിലാണ് നമ്മൾ ഈ ചാർട്ടിനെ ഫോൾഡ് ചെയ്യുക. പറയാം, ഏതാണ്ട് A4 ഷീറ്റിന്റെ സൈസിലേക്ക് നമ്മൾ ഇതിനെ മാറ്റും. ഓക്കെ, സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈസിലി അത് തുറന്നു നോക്കാനും പറ്റുന്ന രീതിയിലാണ് നമ്മൾ അതിനെ ഫോൾഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വെറുതെ ചുരുട്ടി വെക്കുകയല്ല ചെയ്യുക, നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുണ്ടാവും പെർട്ടിക്കുലർ ഫാഷൻ. ഓക്കെ,
സോ അതിൽ നമുക്ക് ഈ ഫയൽ ചെയ്യാനുള്ള പ്രൊവിഷനും ഒക്കെ നോക്കിയിട്ടാണ് ഇവിടെ ഒരു 20 mm എന്നുള്ള സ്പേസ് കൊടുത്തത്. അപ്പോൾ യു നീഡ് സം എക്സ്ട്രാ സ്പേസ് സിൻസ് യു ആർ ഫയലിംഗ് ദിസ്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ സ്റ്റാൻഡേർഡ് ആയിട്ട് അത് തന്നെ ഫോളോ ചെയ്യണം. എക്സാക്ട് ഡയമെൻഷൻ ബേസ് ചെയ്ത് തന്നെ വരക്കണം. ഓക്കെ, നമുക്കിനി ടൈറ്റിൽ ബ്ലോക്ക് എങ്ങനെ വരക്കാം എന്നുള്ളത് നോക്കാം. റൈറ്റ്, ഇതാണ് ഞാൻ ടൈറ്റിൽ ബ്ലോക്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. എന്ന് വെച്ചാൽ ഈ ഒരു സ്പേസിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കൊണ്ടുവന്നു. ഇനി ഇവിടെ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. എന്ന് വെച്ചാൽ ഈ 50 mm സ്പേസിനെ നമ്മൾ 20, 10, 10, 10 അങ്ങനെ 3 10 ആൻഡ് 20 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, എന്ന് വെച്ചാൽ അങ്ങനെ ഇനീഷ്യൽ ദ ഫസ്റ്റ് സ്പേസ് ഇസ് 20 mm. ഒരു ഒരു ഇതൊക്കെ പിന്നെ ഡാർക്ക് ലൈൻസ് വെച്ചിട്ട് തന്നെ പ്ലോട്ട് ചെയ്യണം. 20 mm, 10 mm, 10 mm ആൻഡ് ഫൈനലി 10 mm. ഓക്കെ, 20 mm, 10 mm, 10 mm ആൻഡ് 10 mm. ടോട്ടൽ 50 mm. റൈറ്റ്, നമുക്കിനി നോക്കാം ഓരോ പോർഷനിൽ എന്തൊക്കെ ചെയ്യണം നോക്കാം. ഓക്കെ, നമുക്ക് ഇനി വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാനുണ്ട്. ഈച്ച് 50 mm, ഇതിപ്പോൾ ടോട്ടൽ 150 ആണ്. അപ്പോൾ ഫസ്റ്റ് പോർഷൻ നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് പോർഷനിൽ 50 mm. ഓക്കെ, സെക്കൻഡ് പോർഷനിലും ഇതുപോലെ തന്നെ 50 mm, 50. റൈറ്റ്, പക്ഷേ അത് ടോപ്പ് വരെ മാർക്ക് ചെയ്യേണ്ട, ഇവിടെ തൊട്ട് ഇവിടം വരെ ഡാർക്ക് ലൈൻ വരച്ചാൽ മതി. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ കേസ്. റൈറ്റ്, ഇനി ഇതിന്റെ അകത്ത് എന്തൊക്കെ വരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പോർഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് 50 mm ഡിസ്റ്റൻസിന്റെ അകത്ത് യു നീഡ് ടു എൻ്റർ ദ നെയിം ഓഫ് ദ സ്റ്റുഡൻറ്, എന്ന് വെച്ചാൽ നിങ്ങളുടെ പേര് തന്നെ. റൈറ്റ്, ഇത് എങ്ങനെ എൻ്റർ ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് അത് എക്സാക്ട് ഇതിന്റെ സെൻട്രലായിട്ട് വേണം അത് പ്ലോട്ട് ചെയ്യാൻ. ഓക്കെ, എക്സാക്ട് സെൻട്രലായിരുന്നു. അപ്പോൾ മൊത്തം 20 mm ആണ്. ഒരു 10 mm, ഒരു 5 mm 5 mm ടോപ്പും ബോട്ടവും ലീവ് ചെയ്തിട്ട് ഒരു ലൈറ്റ് രണ്ട് ലൈൻ വരച്ചിട്ട് റൈറ്റ് യുവർ നെയിം. ഫോർ എക്സാമ്പിൾ whatever is your name. Your name. ഓക്കെ, സെക്കൻഡ് സ്പേസിൽ ഇവിടെ എന്ത് വേണം? ടൈറ്റിൽ ഓഫ് ദ ചാർട്ട് ആണ്. ഓക്കെ, നമ്മൾ എന്താണോ വരയ്ക്കുന്നത് അതാണ് ടൈറ്റിൽ വരും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് റിവെറ്റ്സ് ആണ് ഞാൻ വരയ്ക്കുന്നതെങ്കിൽ അല്ലെ, റിവെറ്റഡ് ജോയിന്റ്സ് is the name of the chart. Riveted joints, that is the name of the chart. Okay, now ഇനി എന്ത് വേണം? So next one is your class. Okay, എന്ന് വെച്ചാൽ ക്ലാസ് ഉദ്ദേശിക്കുന്നത് ബ്രാഞ്ച് ആണ്. Okay, so here branch. So write your branch, mechanical engineering. Right. Okay, second class mechanical engineering ഏതാണെന്ന് സ്പേസ് ഉണ്ടാവില്ല, so you can write it as ME. Okay, ME. Right, now തൊട്ട് താഴെ എഴുതേണ്ടത് റോൾ നമ്പർ. ഇതൊക്കെ കറക്റ്റ് സെൻട്രലിൽ തന്നെ ആയിട്ട് വരണം. അതൊക്കെ വളരെ മസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ 10 mm ആണെങ്കിൽ 2.5 mm ഇവിടെ എടുക്കുക, 2.5 mm ഇവിടെ എടുക്കുക. എന്ന് വെച്ചാൽ 5 mm നമുക്ക് റോൾ നമ്പർ എഴുതാം. ഓക്കെ, സോ സിമിലർലി അടുത്ത കേസിൽ റൈറ്റ്. അപ്പോൾ അടുത്ത എന്ന് വെച്ചാൽ റോൾ നമ്പർ, റൈറ്റ് യുവർ റോൾ നമ്പർ റൈറ്റ് ഇൻ ദിസ് സ്പേസ്. ഓക്കെ, നെക്സ്റ്റ് സ്പേസിൽ റൈറ്റ് ദ ഡേറ്റ്. ഓക്കെ, ഡേറ്റ് എഴുതുക. എന്താണോ ഡേറ്റ്? 20, 10, 20. റൈറ്റ്, സോ റൈറ്റ് ദ ഡേറ്റ്സ്. another branch ഇവിടെ roll number, that is STMTF, whatever it is. Okay, write the file. Now similarly എന്ത് വേണം? ഇത് DRGW number എന്ന് പറയുന്നത് it is actually the drawing number. Okay, so if the chart number is first one, right, number 1. Okay, now similarly ഗ്രേഡ്, ഇത് നിങ്ങളൊന്നും ചെയ്യേണ്ടില്ല. ഗ്രേഡ് എന്ന് എഴുതുക, വാല്യൂഡ് ബൈ എന്ന് എഴുതുക. ഏത് സ്റ്റാഫാണോ വാല്യൂ ചെയ്യുന്നത് അത് ഗ്രേഡ് ഇടും. അതുപോലെ തന്നെ വാല്യൂഡിന്റെ സ്ഥലത്ത് സിഗ്നേച്ചർ ഇടാനുള്ള സ്പേസ് ആണ് അത്. Okay, similarly the next one is scale of the chart. Okay, scale കൊടുക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ആക്ച്വൽ സ്കെയിലാണ് വരയ്ക്കുന്നതെങ്കിൽ you can take it as 1:1, and അല്ല എങ്കിൽ whatever be the scale, ഫോർ എക്സാമ്പിൾ 1:2 ആണെങ്കിൽ ആ സ്കെയിൽ ഇവിടെ കൊടുക്കുക. Okay, as per the diagram. Right, and then valued by ആണ് ലാസ്റ്റത്തെ കോളത്തിൽ. ഓക്കെ, നമ്മളിവിടെ ചെറിയ മിസ്റ്റേക്ക് കൂടി ചെയ്തിട്ടാണ്. ലാസ്റ്റ് ഇവിടെയും ഇത് ഫുൾ ആക്കണ്ട. ലാസ്റ്റ് ഒരു സ്പേസ് നമ്മുടെ ടൈപ്പ് ഓഫ് പ്രൊജക്ഷൻ എന്താണെന്ന് കാണിച്ചു കൊടുക്കാനുള്ള സ്പേസ് ആണ്. ഓക്കെ, സോ ഇത് കംപ്ലീറ്റ് ആക്കരുത്. റൈറ്റ്, യു ക്യാൻ സീ സിമ്പിൾ ഓവർ ഹിയർ. നോക്കിയാൽ മതി, ഈ സിമ്പിൾ നിർബന്ധമായിട്ട് വരക്കണം. ഇത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനെ സൂചിപ്പിക്കുന്ന സിമ്പിൾ ആണ്. ഓക്കെ, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. ഓക്കെ, സി നമുക്ക് ബേസിക്കലി 4 ആംഗിൾ ഓഫ് പ്രൊജക്ഷൻസ് ആണ്. ഒന്ന് ഫസ്റ്റ് ആംഗിൾ, സെക്കൻഡ് ആംഗിൾ, തേർഡ് ആംഗിൾ ആൻഡ് ഫോർത്ത് ആംഗിൾ പ്രൊജക്ഷൻ അല്ലെ. എന്ന് വെച്ചാൽ ഫസ്റ്റ് ആംഗിൾ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എന്ന രീതിയിൽ അസംഷനിലാണ് പോവുക. സെക്കൻഡ് ആംഗിൾ അതുപോലെ നമ്മൾ ബേസിക്കലി സെക്കൻഡ് ആംഗിൾ ഫോർത്ത് ആംഗിൾ പ്രൊജക്ഷൻ യൂസ് ചെയ്യാറില്ല. റൈറ്റ്, ഇന്ത്യയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷന്റെ കേസിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഗ്രാഫിക്സിൽ ഇത് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ.
ഫസ്റ്റ് ആംഗിൾ ആണ് പ്രൊജക്ഷൻ എങ്കിൽ നമ്മുടെ ഫ്രണ്ട് വ്യൂ യു വിൽ ഗെറ്റ് ഇറ്റ് അറ്റ് ദ ടോപ്പ് ഓഫ് ദിസ് സെന്റർ പോയിന്റ് അല്ലെങ്കിൽ അതിന്റെ എന്താണ് സെൻട്രൽ ആക്സിസിന്റെ മുകളിലേക്കായിട്ട് എടുക്കുന്ന വരിക ഫ്രണ്ട് വ്യൂ വരും. ആൻഡ് ടോപ്പ് വ്യൂ ആണ് നമുക്ക് ബോട്ടത്തിൽ കിട്ടുക. റൈറ്റ്. ഇനി രണ്ടാമത് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രൊജക്ഷൻ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആണ്. തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. ഓക്കെ, അത് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ സിമ്പിൾ ഡിഫറെന്റ് ആണ്. നേരെ 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 തിരിച്ചു വരും. ഓക്കെ, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷന്റെ കേസിൽ സിമ്പിൾ ഇത് മാറിപ്പോരുത്. നേരെ തിരിച്ചെല്ലാം വരച്ച് ചെയ്യാം. അല്ലെങ്കിൽ രണ്ട് ഫ്രസ്റ്റം ഓഫ് കോണിന്റെ ഈ രണ്ട് സർക്കിൾസ് ഇപ്പുറത്തും അതേപോലെ ഫ്രസ്റ്റം ഓഫ് കോൺ റൈറ്റ് സൈഡിലും വരക്കുകയാണെങ്കിൽ സംഗതി മാറി. കാരണം ഇത് ഈ ബേസ്ഡ് ഓൺ ദിസ് സിമ്പിൾ, ഈ ഒരു സിമ്പിൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഡയഗ്രത്തിനെ റീഡ് ചെയ്യുക. ഓക്കെ, നമ്മളിത് എങ്ങനെ ഇത് നോക്കി മനസ്സിലാക്കണം. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇതായിരിക്കും സിമ്പിൾ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എപ്പോഴും ഫ്രണ്ട് വ്യൂ നോക്കണമെങ്കിൽ നമുക്ക് ഇതിന്റെ മുകളിൽ നോക്കിയാൽ മതി. അതേപോലെ ടോപ്പ് വ്യൂ കാണുന്നത് താഴെ വന്നാണ്. ഓക്കെ, ഇനി നേരെ മറിച്ച് നമ്മൾ യു എസിലേക്ക് പോവുകയാണെങ്കിൽ യു എസിൽ യൂഷ്വലി യൂസ് ചെയ്യുന്നത് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ വരക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ടോപ്പ് വ്യൂ നമുക്ക് ആക്സിസിന് മുകളിലാണ് വരിക, ഫ്രണ്ട് വ്യൂ ആക്സിസിന് താഴെയാണ് വരിക. സിമിലർലി സൈഡ് വ്യൂസിലും അതുപോലെ തന്നെ പല ചേഞ്ചസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പ് വ്യൂ കാണണമെങ്കിൽ നമ്മളിപ്പോൾ ഇന്ത്യയിൽ പഠിച്ച് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ പഠിച്ചിട്ട് അവിടുത്തെ ഒരു ചാർട്ട് എടുത്തിട്ട് നോക്കുമ്പോൾ ഫ്രണ്ട് ടോപ്പ് വ്യൂവിനായിരിക്കും നമ്മൾ ഫ്രണ്ട് വ്യൂ ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആണെങ്കിൽ നേരെ ഉൾട്ടയാണ്. ഓക്കെ, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ യു എസിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ തലതിരിയും. ഓക്കെ, അതെ. അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു കാര്യം. ടോപ്പ് വ്യൂ. സോ യു നീഡ് ടു ഡ്രോ ദിസ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നിർബന്ധമായിട്ട് എഴുതണം. ഇത് കൂടാതെ ഇതെല്ലാം കഴിഞ്ഞാൽ ഇതിന്റെ തൊട്ട് മുകളിൽ ഒരു ചെറിയൊരു സ്പേസിൽ ഓക്കെ യു മസ്റ്റ് റൈറ്റ് all dimensions are in mm. All dimensions are in mm. ഓക്കെ, അത് എന്ന് വെച്ചാൽ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇനി നമ്മളിപ്പോൾ ഏതൊരു ഡയഗ്രാം പ്ലോട്ട് ചെയ്താലും, ഫോർ എക്സാമ്പിൾ റെക്ടാങ്കിൾ ഞാൻ പ്ലോട്ട് ചെയ്തു, ഇത് ആകെ കൂടെ നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഇതിന്റെ എന്താ മതി, ഇതിന്റെ ഡയമെൻഷൻ വാല്യൂ ഫോർ എക്സാമ്പിൾ 20 ആണെങ്കിൽ 20 അത് എഴുതിയാൽ മാത്രം മതി. എം എം എന്ന് യൂണിറ്റ് എഴുതേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഇൻ ജനറൽ ചാർട്ട് പറയാണ് ഓൾ ഡയമെൻഷൻസ് ആണ് എം എം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ഒരു ചാർട്ട് തുടങ്ങുമ്പോൾ നമ്മൾ പാലിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണിത്. ഇത് ഇതുപോലെ തന്നെ ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആസ് ഫാർ ആസ് ചാർട്ട് ഈസ് കൺസേൺഡ്. ഓക്കെ, എല്ലാ ഡീറ്റെയിൽസും അത് എൻ്റർ ചെയ്തിരിക്കണം. പെൻസിൽ തന്നെ യൂസ് ചെയ്യണം. ഔട്ടർ ബോർഡേഴ്സ് വരക്കാനായാലും ഇന്നർ ബോർഡേഴ്സ് വരക്കാനായാലും. ഇപ്പൊ ഇതൊക്കെ ഡാർക്ക് ലൈൻസ് ആണ്. അപ്പൊ കട്ടിയുള്ള പെൻസിൽ തന്നെ യൂസ് ചെയ്ത് വരക്കണം. ഓക്കെ, പിന്നെ ഈ ഞാൻ കാണിച്ചത് ഇത് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ്. നിങ്ങൾക്ക് ഗൈഡ് ലൈൻസ് വരച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വരക്കാതെ ചെയ്യാം. വരക്കുന്നുണ്ടെങ്കിൽ അത് ലൈറ്റ് ആയിട്ടുള്ള ലൈൻസ് ആയിരിക്കണം. ഓക്കെ, പറ്റുമെങ്കിൽ അത് എഴുതി കഴിഞ്ഞിട്ട് മായ്ച്ച് കളയാനും നോക്കാം. ഓക്കെ, വളരെ നീറ്റ് ആയിരിക്കണം. നല്ല പ്രോപ്പർ അലൈൻഡ് ആയിട്ടായിരിക്കണം ഈ ഡീറ്റെയിൽസ് ഒക്കെ എഴുതുന്നതും ബോർഡർ വരക്കുന്നതും ഒക്കെ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഫസ്റ്റ് എക്സസൈസ് ആയിട്ട് ഫസ്റ്റ് ചാർട്ട് എക്സസൈസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, സോ താങ്ക് യു.